ക്രിമിനൽ കേസുകളിൽ പ്രതികളായ എസ്.എഫ്.ഐ നേതാക്കളെ കേരള ആരോഗ്യ സർവകലാശാലയുടെ പൊതുപരിപാടികളുടെ ഭാരവാഹിത്വത്തിൽ നിന്നും നീക്കി വി.സി. മോഹൻ കുന്നുമേൽ. ക്രിമിനൽ കേസുകളിൽ പ്രതിയായ എസ്.എഫ്.ഐ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി എം.എ. നന്ദനെ ആരോഗ്യ സർവകലാശാല സൗത്ത് സോൺ കലോത്സവ ജനറൽ കൺവീനർ സ്ഥാനത്ത് നിന്നും വി.സി. നീക്കി. വിവരങ്ങൾ ദിഷ്ന സുരേഷ് നൽകും. ദിഷ്ന, ഈ ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകളെ അല്ലെങ്കിൽ അത്തരം സംഘടനകളുടെ പ്രവർത്തകരെ അവരെയെല്ലാം ഈ കലോത്സവം ഉൾപ്പെടെയുള്ള പരിപാടികളുടെ പ്രധാനപ്പെട്ട ചുമതലകളിൽ നിന്നും നീക്കുക എന്ന വലിയൊരു നീക്കമാണല്ലോ ഇപ്പോൾ വി.സിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. തീർച്ചയായും ഗൗതം സൂചിപ്പിച്ചതുപോലെ തന്നെ വി.സിയുടെ ഇടപെടൽ വീണ്ടും ശ്രദ്ധേയമാവുകയാണ് എന്ന് തന്നെ നമുക്ക് എടുത്തു പറയാം. ഈ ക്രിമിനൽ കേസുകളിൽ അതുമായി ബന്ധപ്പെട്ട ആളുകൾ ഈ കലോത്സവത്തിൻ്റെ 3 സോണുകളായി നടക്കുന്ന കലോത്സവമാണ് തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കുന്നത്. ഇതിലാണ് ഈ എസ്.എഫ്.ഐയുടെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി എം.എ. നന്ദനെ ഈ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്, കൺവീനർ സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നത്. ആദ്യഘട്ടത്തിൽ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർന്നിരുന്നു. ABVP ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി സംഘടനകളുടെ ഭാഗത്തു നിന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടായിരുന്നു. നമുക്കറിയാം, ഈ കലോത്സവങ്ങളൊക്കെ നടക്കുമ്പോൾ എസ്.എഫ്.ഐയുടെ ഒരു ആധിപത്യവും മൂല്യനിർണ്ണയത്തിൽ ഉൾപ്പെടെ വലിയ രീതിയിൽ എസ്.എഫ്.ഐ ഇടപെടുന്നതൊക്കെ തന്നെയും വലിയ രീതിയിൽ ചർച്ച ചെയ്തിരുന്നു. ആ സമയത്താണ് ഈ നന്ദനെ ഇതുപോലെയുള്ള ഒരു കൺവീനർ സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നത്. അതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ശക്തമായ സാഹചര്യത്തിലാണ് വി.സി ഇത്തരത്തിലൊരു നിലപാട് എടുത്തിരിക്കുന്നത്. ഈ നിലപാടാണ് വളരെയധികം ശ്രദ്ധേയമാവുന്നത് എന്ന് തന്നെയാണ് ഗൗതം എടുത്തു പറയേണ്ടത്. എന്തായാലും ആരോഗ്യ സർവകലാശാല സൗത്ത് സോൺ കലോത്സവത്തിലാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. പ്രധാനമായും വി.സി ഉന്നയിച്ചത് ഇതുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ചെലവുകൾ അനുവദിക്കില്ല എന്നൊരു തീരുമാനം തന്നെയായിരുന്നു വി.സിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. അതേ തുടർന്നാണ് ഈ സ്ഥാനത്ത് നിന്ന് നന്ദനെ മാറ്റിയത് എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത്. നന്ദന് പകരം മറ്റൊരാളെ നിയമിച്ചു എന്നൊരു വിവരം തന്നെയാണ് നിലവിൽ നമുക്ക് ലഭ്യമായിട്ടുള്ളത്. നമുക്കറിയാം, ഈ ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകളാണ് ഇത്തരത്തിൽ കലോത്സവങ്ങളിലൊക്കെ തന്നെയും അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ തലപ്പത്തിരിക്കുന്നത് എന്ന് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയം. എസ്.എഫ്.ഐ പോലുള്ളൊരു വിദ്യാർത്ഥി സംഘടനയുടെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ ആ സംഘടനയിലെ ആളുകൾ തന്നെ അതിൽ മുൻനിരയിൽ വരുന്നു. അല്ലെങ്കിൽ മൂല്യനിർണ്ണയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ തന്നെയും ഇടപെടൽ നടത്തുന്ന വിഷയങ്ങളൊക്കെ തന്നെയും നമ്മൾ കണ്ടിരുന്നു. ആ സമയത്താണ് ഈ വി.സിയുടെ നിർണായകമായ തീരുമാനം ഉണ്ടായിരിക്കുന്നത്. ഗൗതം, കലോത്സവ പൊതുപരിപാടികളിൽ അതിൻ്റെ ചുമതലക്കാരായി ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകൾ വേണ്ട എന്ന ശക്തമായ നിലപാട് വി.സിയുടെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുകയാണ്. ദിഷ്ന സുരേഷാണ് വാർത്ത പങ്കുവച്ചത്.